ആദർശിൻ്റെ നയനയുടെയും നാളത്തെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ നയനയും ആദർശും കൂടെ ആണെങ്കിൽ നമ്മൾ അനിയടുത്ത് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ASI ചോദിക്കുന്നുണ്ട്, ഇത് സാറിൻ്റെ അനിയനാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആദർശ് പറയും അതേന്ന് പറയുമ്പോഴത്തേക്ക് പറയും, ഈ അനിയനെ കൊണ്ട് ഇവിടെ മേഡത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, മേഡത്തിന് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ ആദർശാണെങ്കിൽ നയനയും അനിയായിട്ട് നേരെ അനന്തപുരിയിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അവർ ചെല്ലുന്ന സമയത്ത് നമ്മളെ ജയനും ദേവയാനി ഇത് കാണുന്നുണ്ട്. അങ്ങനെ ദേവയാനി ഓടി വന്നിട്ട് ഉടുപ്പിൽ ഇങ്ങനെ പിടിച്ചിട്ട് ചോദിക്കും, നീ എന്താ കാണിച്ചിരിക്കുന്നത്, നീ എന്താ കുടിച്ചിട്ടൊക്കെയാണോ ഇപ്പോൾ വരുന്നതെന്നൊക്കെ ചോദിക്കും. ഇതൊക്കെ കണ്ടാൽ നിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വിഷമം ആവത്തില്ലേ, അതെനിക്ക് ഈ കോലം കണ്ടാലും മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ എങ്ങനെ സഹിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കും കേട്ടോ. എന്നിട്ട് അനി അങ്ങ് റൂമിലോട്ട് പോകുമ്പോഴത്തേക്ക് ദേവയാനി നമ്മളെ നയനടുത്ത് പറയുന്നുണ്ട്, മോളെ ഇവനിനി എന്തൊക്കെ കാണിച്ചിട്ട് നമ്മളെ നന്ദുവിൻ്റെ പിറക്കെ നടന്നാലും നന്ദുവിൻ്റെ അടുത്ത് അനിയടുത്ത് മിണ്ടരുതെന്നൊക്കെ പറഞ്ഞ് കൊടുക്കണമെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്ക് നയന പറയും, അമ്മ ഞാൻ അവരുടെ രണ്ടുപേരടുത്ത് എപ്പോഴും ഉപദേശിച്ച് കൊടുക്കുന്നതാണ്, പിന്നെ അനിയാണെങ്കിൽ ഇങ്ങനെ കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മൾ അനാമികയാണ് കേട്ടോ. അനാമികയാണെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറയുന്നുണ്ട്, മുമ്പ് നമുക്ക് അനിയുടെ വലിയമ്മയായിരുന്നു എല്ലാ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, പക്ഷേ ഇപ്പം അവർക്കും എന്തൊക്കെയോ സംശയങ്ങളും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ ഒരു വിഷമത്തോടെ നമ്മൾ അനാമിക പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ നന്ദു ആണെങ്കിൽ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, ഒരു സങ്കടത്തോടെ വന്ന് ഓഫീസിൽ വരുന്നതായിട്ടാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത്. ഇപ്പം ഇതൊക്കെയായിരുന്നു നമ്മൾ നാളത്തെ പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.